ആയുധം നഷ്ടപ്പെട്ട് നിൽക്കുന്ന പടയാളിയെ പോലെയാണ് ഇന്ന് UDF നിൽക്കുന്നത്. UDF മാത്രമല്ല, UDF നേതാവ് വി.ഡി. സതീശനും അതേ അവസ്ഥയിൽ തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസമായി നിയമസഭയിൽ വലിയ ബഹളമാണ്, വലിയ സമരം ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. എന്താണ് വിഷയം? SIT അന്വേഷണം, ശബരിമല വിഷയത്തിലെ SIT അന്വേഷണം അട്ടിമറിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു. ശരിയായ ദിശയിലല്ല കാര്യങ്ങൾ പോകുന്നത്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് അന്വേഷണം മരവിപ്പിച്ചിരിക്കുന്നു. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. പ്രതികൾ ഒന്നൊന്നായി ജാമ്യം കിട്ടി പുറത്തു വരുന്ന അവസ്ഥ. അതിനു വേണ്ടിയിട്ടാണ് SIT കുറ്റപത്രം സമർപ്പിക്കാത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു SITക്ക് മുകളിൽ. ഇതാണ് ആരോപണം. ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധമാണ്. ചോദ്യോത്തരവേളയിൽ പ്ലക്കാർഡുമായി നടുത്തളത്തിലിറങ്ങുന്നു, സ്പീക്കറുടെ പ്രവർത്തനം തടയുന്നു. ഇതൊക്കെയാണ് 2 ദിവസമായി സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരുന്നു വലിയ ബാനറുമായി. അതിനുശേഷം മാധ്യമങ്ങളോട് ഇക്കാര്യം വീണ്ടും ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയും UDF നേതാക്കളെയും നാം 2 ദിവസമായി കാണുകയാണ്. ഇപ്പോഴിതാ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വൻ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു പ്രതിപക്ഷത്തിന്. അന്വേഷണം, SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. മറ്റ് ഒരു ഏജൻസിക്കും ഒരു സ്ഥാപനത്തിനും SITയുടെ മുകളിൽ ഒരു സമ്മർദ്ദവും ചെലുത്താൻ കഴിയില്ല. SITയുടെ പ്രവർത്തനം ഓരോ ദിവസവും ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിസങ്കീർണമായ കേസാണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസ്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നാലും അവർ രക്ഷപ്പെടില്ല. കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പറയുന്നത് ഡിവിഷൻ ബെഞ്ചാണ്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങളാണിത്. കേസ് അന്വേഷിക്കുന്നത് സത്യസന്ധരായ കഴിവുള്ള ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് അന്വേഷണത്തിൽ യാതൊരു അസംതൃപ്തിയുമില്ല. ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത്. പൂർണ്ണ പിന്തുണ നൽകുന്നു SITക്ക് എന്നും. ഇതാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പൊളിഞ്ഞു വീണോ പ്രതിപക്ഷത്തിന്റെ വാദം? പൊളിഞ്ഞു വീണില്ലേ പ്രതിപക്ഷത്തിന്റെ വാദം? പൊളിഞ്ഞു വീണു എന്ന് മാത്രമല്ല, ഒരായുധവുമില്ലാതെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്ന് പ്രതിപക്ഷത്തിന്. 10 വർഷമായി കേരളത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്നു. 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഒരു മന്ത്രിമാർക്ക് എതിരെ പോലും ഒരു ചെറിയ ആരോപണം ഉന്നയിച്ച് അത് തെളിയിക്കാൻ കഴിഞ്ഞോ പ്രതിപക്ഷത്തിന്? പല കേസുകളുമായി ഹൈക്കോടതിയിൽ പോയില്ലേ? എല്ലാം വലിച്ചെറിഞ്ഞില്ലേ? ഏറ്റവും ഒടുവിൽ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡിന്റെ സമയത്ത് സ്പ്രിംഗ്ലർ കേസ് ഉയർത്തി വലിയ ചർച്ചയാക്കിയില്ലേ? വലിയ വിവാദമാക്കിയില്ലേ? എന്താണ് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി പറഞ്ഞത്? എന്ന് വെച്ചാൽ തോറ്റ് നിൽക്കുന്ന പ്രതിപക്ഷത്തെ ജനങ്ങൾക്ക് മുന്നിലും അതേപോലെ തന്നെ കോടതിക്ക് മുന്നിലും അവസാനത്തെ ആയുധമായിരുന്നു, അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ശബരിമല. അതും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, സ്വയം പ്രതിക്കൂട്ടി നിൽക്കേണ്ടി വരുന്നു. കോൺഗ്രസിന് പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. കാരണം സോണിയാഗാന്ധിയുടെ പേര് സ്വർണ്ണ കവർച്ച കേസുമായി നിരന്തരം ചർച്ചയിൽ ഉയർന്നു വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും തോറ്റു നിൽക്കുന്ന UDFനെയാണ് കാണാൻ കഴിയുന്നത്. ശബരിമലയായിരുന്നു അവരുടെ അവസാനത്തെ ആയുധം, അതും നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷത്തിന്. എന്ന് വെച്ചാൽ വമ്പിച്ച തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥം.